കാത്തലിക് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കർദിനാളന്മാരുടെ കൺസിസ്റ്ററി വത്തിക്കാനിൽ സമാപിച്ചു. ലിയോ മാർപ്പാപ്പയെക്കുറിച്ചുള്ള പുതിയ ഡോക്യുമെന്ററി ജൂലൈ 1-ന്. വെനിസ്വേലയിലെ ദുരിതബാധിതർക്ക് മാർപ്പാപ്പയുടെ വകയായി 1 കോടി രൂപയുടെ സാമ്പത്തിക സഹായം. വീര്യം കുറഞ്ഞ മദ്യോത്പാദന നീക്കത്തിനെതിരെ KCBC. CBCയെ ആഹ്വാനം ചെയ്ത ദേശീയ പ്രാർത്ഥനാ ദിനം ആചരിച്ചു. വാർത്തകൾ വിശദമായി. ലിയോ 14 പാപ്പ വിളിച്ചുകൂട്ടിയ അസാധാരണ കൺസിസ്റ്ററി സമാപിച്ചു. ജൂൺ 26 വെള്ളിയാഴ്ചയാണ് കൺസിസ്റ്ററി ആരംഭിച്ചത്. കൺസിസ്റ്ററിയുടെ പ്രഥമ സമ്മേളനത്തിൽ 178 കർദിനാളന്മാർ പങ്കെടുത്തു. ഐക്യവും കൂട്ടായ്മയും അനുദിന സംവാദങ്ങളിലൂടെയും പ്രാർത്ഥനയിലൂടെയും പരസ്പര വിശ്വാസത്തിലൂടെയും വളർത്തിയെടുക്കേണ്ട ഒന്നാണെന്ന് ലിയോ 14 പാപ്പ ഓർമ്മിപ്പിച്ചു. സുവിശേഷം പ്രഘോഷിക്കാൻ സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന നിയോഗം പാപ്പ എടുത്തു പറഞ്ഞു. ഔദ്യോഗിക സെഷനുകൾ ജൂൺ 27-ന് സമാപിച്ചു. ലിയോ 14 പാപ്പയുടെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഡോക്യുമെന്ററി പരമ്പരയിലെ 3-ാം ഭാഗം ജൂലൈ 1-ന് പുറത്തിറങ്ങും. ലിയോ ഇൻ റോം എന്നാണ് ഡോക്യുമെന്ററിയുടെ ശീർഷകം. പാപ്പയെ തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പുള്ള 20 വർഷത്തെ ജീവിതമാണ് ഡോക്യുമെന്ററിയുടെ വിഷയം. ലിയോൺ ഡി പെറു, ലെയോ ഫ്രം ഷിക്കാഗോ എന്നിവയായിരുന്നു മുമ്പ് പുറത്തിറങ്ങിയ ഡോക്യുമെന്ററികൾ. 3 ഭാഷകളായിട്ടാണ് ഡോക്യുമെന്ററി തയ്യാറാക്കിയിരിക്കുന്നത്. വെനിസ്വേലയിലെ ഭൂകമ്പ ദുരിതബാധിതർക്ക് സാമ്പത്തിക സഹായമായി 1 കോടി രൂപ മാർപ്പാപ്പ അനുവദിച്ചു. ഭൂകമ്പമുണ്ടായി ആദ്യ മണിക്കൂറിൽ തന്നെ പാപ്പ സാമ്പത്തിക സഹായ വാഗ്ദാനം ചെയ്തിരുന്നു. നിലവിൽ 1000-ലധികം പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. കത്തോലിക്ക സഭ ഭൂകമ്പ ബാധിത പ്രദേശത്ത് സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. UDF സർക്കാരിന്റെ വീര്യം കുറഞ്ഞ മദ്യോത്പാദന നീക്കത്തിനെതിരെ KCBC മദ്യവിരുദ്ധ കമ്മീഷൻ. UDFന്റെ മദ്യനയത്തിലുള്ള പാരമ്പര്യവും മാനിഫെസ്റ്റോയും മുഖവിലക്കെടുക്കണമെന്നും പൊതുസമൂഹത്തിന് അപകടകരമായ മദ്യനയത്തിന് സർക്കാർ മുതിരരുതെന്നും KCBC പ്രതികരിച്ചു. ശക്തമായ പ്രതിഷേധത്തിന് ഇത് കാരണമുണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി. വിദേശ സംഭാവന നിയന്ത്രണ നിയമനത്തിന്റെ നിർദ്ദിഷ്ട ചട്ടങ്ങളെ സംബന്ധിച്ചുള്ള ആശങ്കകളുടെ അടിസ്ഥാനത്തിൽ കേരള കാത്തലിക് ഫെഡറേഷൻ നേതൃത്വത്തിൽ ദേശീയ പ്രാർത്ഥനാ ദിനം ആചരിച്ചു. വിശുദ്ധ കുർബാന, ആരാധന, ജപമാല, പ്രാർത്ഥന കൂട്ടായ്മകൾ എന്നിവയോടെയായിരുന്നു പ്രാർത്ഥനാ ദിനം. പള്ളികളും ക്രൈസ്തവ സ്ഥാപനങ്ങളും ഇന്ത്യയിലുടനീളം നടത്തുന്ന ജീവകാരുണ്യ, വിദ്യാഭ്യാസ, ആരോഗ്യ പരിപാലന, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്കും ബില്ലിന്റെ നിർദ്ദിഷ്ട ഭേദഗതികൾ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ആശങ്ക. കാത്തലിക് അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത വാർത്താ ബുള്ളറ്റിനുമായി വെള്ളിയാഴ്ച കണ്ടുമുട്ടാം. നന്ദി.